വെന്നൈ ഫ്ലൈറ്റ് വേഴ്സ് എന്ന ഡ്രാമയുടെ 21ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ രണ്ട് വീട്ടുകാരുടെയും പെർമിഷൻ കിട്ടിയതോടെ സായിയും റാങ്ങും ലവ് ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. കോളേജ് പഠനം കഴിയുന്നതിന് മുമ്പ് തന്നെ രണ്ടുപേരും ഇന്റേൺഷിപ്പിനായി രണ്ട് കമ്പനികളിൽ കയറുന്നുണ്ട്. ഫ്ലൈയിങ് ഒബ്ജക്ട്സിന്റെ എഞ്ചിനീയറിംഗ് ആണ് റാങ് തിരഞ്ഞെടുത്തിരിക്കുന്ന ഫീൽഡ്. ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഫ്രണ്ട്സുമായി അവർ വീഡിയോ ചാറ്റ് ചെയ്യാറുണ്ട്. ജിയ ഒരു പ്രസ് റിപ്പോർട്ടറായിട്ടുള്ള ഇന്റർവ്യൂ പാസ്സായി ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഫെങ് ഗ്രാജുവേഷനുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ്. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഖുറാനാണ്. ഒരുമിച്ച് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് വളരെ അപൂർവമായി മാത്രമേ അവനെ ലൈനിൽ കിട്ടാറുള്ളൂ. രണ്ട് സ്ഥലങ്ങളിലെയും സമയവ്യത്യാസമാണ് പ്രധാന പ്രശ്നം. എപ്പോഴെങ്കിലും ലൈനിൽ വന്നാൽ തന്നെ ഉറക്കം കഴിഞ്ഞ് ക്ഷീണിച്ച കണ്ണുകളുമായിട്ടായിരിക്കും അവനുണ്ടായിരിക്കുക. അതിനിടയിൽ സായിയുടെ ഗ്രാജുവേഷൻ ചടങ്ങിന് അവൻ എത്താൻ കഴിയുമെന്ന് അവൾ പ്രതീക്ഷിച്ചിരുന്നല്ല. പക്ഷേ ഫോട്ടോ എടുക്കുന്ന സമയമായപ്പോഴേക്കും അവൻ എത്തുന്നുണ്ട്. പഠിത്തം കഴിഞ്ഞ് രണ്ടുപേരും അവരുടെ സിറ്റിയിലേക്ക് തന്നെ തിരികെ പോവുകയാണ്. അവിടെയാണ് രണ്ടുപേരും ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജോലി കിട്ടിയ സ്ഥലം വീടിനടുത്ത് നിന്ന് കുറച്ച് ദൂരെ ആയതിനാൽ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒരു വീട് റെന്റിനെടുത്ത് അവിടെയാണ് താമസിക്കാൻ പോകുന്നത്. തായി ഗ്രാജുവേഷൻ്റെ തിരക്കുകളിലായിരുന്നതിനാൽ റാങ് തനിച്ചു പോയി വീടൊക്കെ റെഡിയാക്കുന്നുണ്ട്. അവൻ ഓൾറെഡി അങ്ങോട്ടേക്ക് മാറി കഴിഞ്ഞിരിക്കുന്നു. ഇനി അവളുടെ സാധനങ്ങൾ കൂടി എത്തിച്ചാൽ ഇത് നമ്മുടെ വീടാക്കുമെന്ന് അവളെ ആദ്യം അവിടെ കൂട്ടിക്കൊണ്ട് പോയപ്പോൾ അവൻ പറയുന്നു. ഒരുമിച്ച് താമസിക്കാൻ പോകുന്ന ഒരു ത്രില്ലാണ് സായി. ബെഡ് എങ്ങനെയുണ്ടെന്ന് ടെസ്റ്റ് ചെയ്യാൻ രാത്രി കഴിഞ്ഞപ്പോൾ കിടക്കുന്നുവെന്ന് തമാശയെ അവൾ ചോദിക്കുന്നു. രാത്രി വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പോൾ തന്നെ ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യുന്നുണ്ട്. അടുത്ത ദിവസം അവളും ജോലിക്ക് കയറുന്നു. ഫോറിൻ ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററായിട്ടാണ് അവൾ ജോലി ചെയ്യുന്നത്. രണ്ടുപേർക്കും ജോലിയുടെ തിരക്കുകളൊക്കെ ആണെങ്കിലും ഒരുമിച്ചുള്ള ജീവിതം എൻജോയ് ചെയ്യാൻ രണ്ടുപേരും സമയം കണ്ടെത്താറുണ്ട്. ജോലി കൂടുതൽ കാരണം റാങ് മിക്ക ദിവസവും നല്ല ടയർഡായിട്ടാണ് എത്താറുള്ളത്. അങ്ങനെയുള്ള സമയത്തൊക്കെ അവൾ കൂടെയുള്ളത് അവന് വലിയ ആശ്വാസമാണ്. ഖുറാൻ വിദേശത്തേക്ക് പഠനം കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവൻ പെട്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരുമിച്ച് വീഡിയോ കോളിൽ വരുന്നുണ്ട്. എല്ലാവരും കൂടി അങ്ങനെ ഒരേ സമയത്ത് എത്താറുള്ളത് വളരെ അപൂർവമാണ്. അവൻ നാട്ടിലേക്ക് വരാനുള്ള പാക്കിങ്ങിലാണ് എന്നറിഞ്ഞപ്പോൾ എപ്പോഴാണ് എത്തുന്നത്, പിക്ക് ചെയ്യാൻ വരണമെന്നൊക്കെ ഫെങ് ചോദിക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിയും, സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നേ ഉള്ളൂ, വിളിക്കാൻ വരേണ്ട ആവശ്യമില്ല, തനി എത്തിക്കോളാമെന്ന് അവൻ പറയുന്നു. റാങ് സായും ജോലി സ്ഥലത്തേക്ക് പോകുന്ന ബസ്സിൽ ഇരുന്നുകൊണ്ടാണ് സംസാരിച്ചത്. ജിയ ആരെ ഇന്റർവ്യൂ ചെയ്യാൻ എത്തിരിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് അവൾ സംസാരിക്കുന്നത്. ഇത്തവണത്തെ തണുപ്പ് വളരെ കൂടുതലാണ്. ഇത്ര തണുപ്പ് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് വളരെ കുറച്ച് ഡ്രസ്സേ ധരിച്ചിട്ടുള്ളൂ. ഇന്ന് രാത്രി വരെ ഇവിടെ നിൽക്കണം, തണുത്ത് കുറച്ചൊരു പരുവമാകുമെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അവൾ നിൽക്കുന്ന സ്ഥലം കണ്ടപ്പോൾ പരിചയമുള്ളതുപോലെ തോന്നിയാൽ ഖുറാൻ അതിനെക്കുറിച്ച് ചോദിക്കുന്നു. അവൻ പ്രതീക്ഷിച്ച സ്ഥലം തന്നെയായിരുന്നു അത്. ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയപ്പോൾ സായിയും റാങ്കും ഖുറാൻ എത്തിയിട്ട് എല്ലാവർക്കും ഒരുമിച്ച് കാണാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്ത് തുടങ്ങുന്നു. മുത്തശ്ശിയുടെ ഷോപ്പിലേക്ക് ആവശ്യമുള്ള ഇറച്ചി വാങ്ങിക്കൊണ്ട് കൊടുക്കേണ്ടത് കൊണ്ട് ഫെങ്ങും മുടഞ്ഞു തന്നെ പോകുന്നു. ഇപ്പോൾ ഖുറാനും ജിയയും മാത്രമേ ലൈനിലുള്ളൂ. നീയും പോവുകയാണെന്ന് പറയരുത്, ഞാനിവിടെ തനിച്ചേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഖുറാൻ കള്ളക്കരച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം കൂടി നിൽക്കാമെന്ന് അവൾ സമ്മതിക്കുന്നു. ഇനി നാട്ടിലേക്ക് വന്നിട്ട് അവൻ തിരികെ പോകുന്നുണ്ടെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഇനി നാട്ടിൽ തന്നെ പഠനം തുടരാനാണ് ഉദ്ദേശിക്കുന്നത് എന്നവൾ പറയുന്നു. അപ്പോഴേക്കും അവളുടെ കൂടെ വന്നിരുന്ന ടീം റെഡിയായി അവളെ വിളിക്കുന്നതിനാൽ അവൾക്കും പോകേണ്ടി വരുന്നു. ജിയ തണുത്ത് കുറച്ച് അവിടെ നിൽക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ ഖുറാൻ്റെ സമാധാനവും കിട്ടുന്നില്ല. ഇന്റർവ്യൂ ചെയ്യാനുള്ള ആളെ എത്താൻ വൈകുന്നതിനാൽ അവൾക്ക് കുറേ സമയം അവിടെ നിൽക്കേണ്ടി വരുന്നു. അങ്ങനെ അവിടെ ഇരിക്കുമ്പോൾ ഒരു ഡെലിവറി വന്നിട്ടുണ്ടെന്ന് അവൾക്ക് മെസ്സേജ് വന്നത്. ഇവിടെ തനിക്ക് ആര് ഡെലിവറി നൽകാനാണെന്ന് സംശയിച്ചാണ് അവൾ ചെന്നത്. ഒരു കമ്പിളി ഷോളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അത് കൊടുത്തയച്ചത് ആരാണെന്ന് അറിയില്ലെങ്കിലും അപ്പോഴത്തെ സാഹചര്യത്തിൽ വളരെ അത്യാവശ്യമായതിനാൽ അവൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഖുറാൻ നാട്ടിലെത്തി കഴിഞ്ഞപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൂടുന്നുണ്ട്. ഒരു കരോക്കെ റൂമിൽ പാട്ട് ഡാൻസ് നോക്കി അവർ റീയൂണിയൻ ശരിക്കും ആഘോഷിക്കുന്നു. സായിയും ഫെങ്ങും ഒരു ഗ്ലാസ് വൈൻ കഴിച്ചപ്പോൾ തന്നെ ഫിറ്റായി ഒരു മൂലയ്ക്ക് ഇരിക്കുന്നുണ്ട്. തിരികെ പോകുമ്പോൾ സായിക്ക് തനിയെ നടക്കാൻ വയ്യാതെ അവസാനം റാങ് അവളെ പൊക്കിയെടുത്ത് കൊണ്ടുപോകുന്നുണ്ട്. ഇനി അവൾ കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം എന്നവൻ അന്ന് തീരുമാനിക്കുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സായിക്ക് ജോലിയുമായി ബന്ധപ്പെട്ടൊരു ബിസിനസ് ട്രിപ്പ് പോകേണ്ടി വരുന്നുണ്ട്. റാങ്ങിന് ഗേൾഫ്രണ്ട് ഉള്ളവരെ അവൻ്റെ ഓഫീസിൽ എല്ലാവർക്കും അറിയാമെങ്കിലും അവൻ്റെ ടീമിലെ അംഗങ്ങളെല്ലാം ഒരു ഗ്രൂപ്പ് ബ്ലൈൻഡ് ഡേറ്റിന് പോകാൻ തീരുമാനിച്ചപ്പോൾ അവർ അവനെ ക്ഷണിക്കുന്നു. പുതിയ ഫ്രണ്ട്സിനെ കിട്ടുന്നു എന്ന് കരുതിയാൽ മതി എന്നൊക്കെ അവർ പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഗേൾഫ്രണ്ട് സ്ഥലത്തില്ല, അതുകൊണ്ട് എനിക്ക് നേരത്തെ റൂമിലെത്തി അവളെ ഫോൺ ചെയ്യണം എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറിപ്പോകുന്നു. ജോലി സ്ഥലത്തും പലരും അവനുമായി അടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും അവൻ അതിനൊന്നും നിന്നു കൊടുക്കാത്തത് കൂട്ടുകാരെ പോലും അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അവൻ ഇത്രയ്ക്ക് പ്രാധാന്യം നൽകുന്ന അവൻ്റെ ഗേൾഫ്രണ്ടിനെ നേരിട്ട് കാണാൻ അവർക്കും ആഗ്രഹം തോന്നിപ്പോകുന്നു. ബിസിനസ് ട്രിപ്പിന് പോയ സ്ഥലത്ത് നിന്ന് സായി അവനെ വിളിച്ച് ചെറിയ വിശേഷങ്ങൾ പോലും പറയുന്നുണ്ട്. കസ്റ്റമറിനെ മീറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പും അവൾ വിളിക്കുന്നു. കസ്റ്റമറിനെ അപ്പോൾ ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുന്നതിനാൽ ലഞ്ച് വളരെ കുറച്ചേ കഴിച്ചുള്ളൂ, അതുകൊണ്ട് ചെറുതായി വിശക്കുന്നുണ്ട്. അത് മാത്രമല്ല ആദ്യമായിട്ടാണ് ഒരു കസ്റ്റമറിനെ നേരിട്ട് മീറ്റ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ടെൻഷൻ ഉണ്ടെന്നൊക്കെ അവൾ പറഞ്ഞപ്പോൾ അവൻ അവൾക്ക് ധൈര്യം നൽകുന്നു. അവിടുത്തെ ലോക്കൽ സ്പെഷ്യൽ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വളരെ പ്രതീക്ഷയോടെയായിരുന്നു സായി മീറ്റിങ്ങിന് പോയത്. പക്ഷേ ഫുഡ് കഴിക്കുന്ന സമയത്ത് കസ്റ്റമർ അവളോട് കുറച്ച് മോശമായി പെരുമാറുന്നു. അവളുടെ കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുകയും അവളെ വൈൻ കഴിക്കാൻ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കസ്റ്റമർ ആയതുകൊണ്ട് അവൾക്ക് അയാൾക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ കഴിയുന്നില്ല. മര്യാദയുടെ രീതിയിൽ അവൾ ഒഴിഞ്ഞു മാറുന്നുണ്ട്. പക്ഷേ അത് അയാളെ ദേഷ്യം പിടിപ്പിക്കുന്നു. അവൾ വൈൻ വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫുഡ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് അയാൾ അവളുടെ വായിൽ ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങിയതാണ്. അപ്പോഴും എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. അതുകൂടി ആയപ്പോൾ ശരിക്കും ദേഷ്യം പിടിച്ച അയാൾ വിശപ്പില്ലെങ്കിൽ ഞങ്ങൾ കഴിച്ചു കഴിയുന്നവരെ പുറത്ത് പോയി വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് അവളെ പുറത്തേക്ക് പറഞ്ഞേക്കുന്നു. സായി തനിച്ച് പുറത്ത് കുറേ സമയം വെയിറ്റ് ചെയ്തപ്പോൾ വിശപ്പ് സഹിക്കാൻ വയ്യാതെ സ്വന്തമായി ഫുഡ് വാങ്ങി കഴിക്കാമെന്ന് കരുതി അതിനെക്കുറിച്ച് അന്വേഷിച്ചതാണ്. അപ്പോഴാണ് മുൻകൂട്ടി റിസർവ് ചെയ്യാതെ ഫുഡ് കിട്ടില്ല എന്നറിയുന്നത്. അങ്ങനെ അവൾക്ക് വിശന്നിരിക്കേണ്ടി വരുന്നു. അവിടെ ഇരുന്ന് മയങ്ങി പോവുകയും ചെയ്യുന്നു. കുറെ കഴിഞ്ഞ് അവൾക്കൊപ്പം നിന്നിരുന്ന മറ്റൊരു സ്റ്റാഫ് വന്ന് അവളെ വിളിച്ചുകൊടുത്ത് മാനേജർ കാണാതെ എടുത്തുകൊണ്ടുവന്ന് കുറച്ച് സ്നാക്സ് അവൾക്ക് നൽകുന്നു. കസ്റ്റമർ ഇപ്പോഴും ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മീറ്റിംഗ് കഴിയാൻ കുറച്ച് സമയം കൂടി എടുക്കും. അതൊക്കെ കഴിഞ്ഞ് അയാൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ചിലപ്പോൾ അവളെ കണ്ടാൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മാനേജർ അവളോട് തിരികെ പോയിക്കോളാൻ പറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ആ സ്റ്റാഫ് വേഗം അകത്തേക്ക് തിരികെ പോകുന്നു. ഡിന്നർ കഴിയാൻ വേണ്ടി ലഞ്ച് പോലും കഴിക്കാതെ വിശന്നിരിക്കുന്ന
സായിക്ക് സ്നാക്സ് കഴിച്ച് വിശപ്പടക്കേണ്ടി വരുന്നു. റാങ്ക് അന്ന് ഫുൾ ടൈം വീട്ടിലുണ്ടായിരുന്നെങ്കിലും ഒന്നും എഴുതേക്ക് പോലും ചെയ്യാതെ അവൻ എന്തോ ജോലി ചെയ്ത് തീർക്കുകയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ എന്തായെന്ന് ചോദിച്ച് സായിക്ക് മെസ്സേജ് അയക്കുന്നു. അവൾ റിപ്ലൈ ഒന്നും നൽകാതിരുന്നപ്പോൾ അവൻ ഉടനെ തന്നെ അവളുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ട്. സംഭവിച്ചതിനെ കുറിച്ചൊന്നും അവൾ പറഞ്ഞില്ലെങ്കിലും അവളുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ എന്തോ കുഴപ്പമുണ്ട്. അവൾ കരയുകയാണെന്ന് അവൻ മനസ്സിലാകുന്നു. അവർ താമസിക്കുന്ന സ്ഥലത്തിന്റെ പേരിലുള്ള ഒരു ബസ് സ്റ്റോപ്പ് കണ്ടപ്പോൾ വീട് മിസ് ചെയ്തു, അതുകൊണ്ടാണ് കരയുന്നത് എന്ന് മാത്രമാണ് അവൾ പറഞ്ഞത്. അവളെ പിക്ക് ചെയ്യാൻ അങ്ങോട്ടേക്ക് വരാം, അവിടെ വെയിറ്റ് ചെയ്യാൻ അവൻ പറഞ്ഞെങ്കിലും ഒരുപാട് ലേറ്റ് ആയില്ല, അതുകൊണ്ട് വെറുതെ ബുദ്ധിമുട്ടുണ്ട്, ഫോണിന്റെ ചാർജ് തീരാറായി എന്ന് പറഞ്ഞ് അവൾ വേഗം ഫോൺ വെക്കുന്നുണ്ട്. ആ സമയത്ത് എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ അവൾ പെട്ടിയുമായി റോഡരികിൽ നിൽക്കുകയാണ്. അവനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയാണ് വരണ്ട എന്നവൾ പറഞ്ഞത്. അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ബസ് സ്റ്റോപ്പിൽ പോയി അവിടെ ഇരിക്കുന്നുണ്ടെങ്കിലും ലാസ്റ്റ് ബസ് വന്നിട്ട് പോലും അവൾ അതിൽ കയറുന്നില്ല. ഇനി ബസ്സൊന്നും ഉണ്ടാകില്ലെന്ന് ഡ്രൈവർ ഓർമ്മിപ്പിച്ചപ്പോൾ ഞാൻ ഇവിടെയല്ല താമസിക്കുന്നതെന്ന് അവൾ പറയുന്നു. സുരക്ഷിതമായ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകാൻ അവളെ ഓർമ്മിച്ചിട്ടാണ് അയാൾ ബസ് വിട്ടു പോയത്. കുറേ സമയം കൂടി അവൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നിനക്ക് സോഷ്യൽ മീറ്റിങ്ങുകളുടെ പ്രാധാന്യം അറിയില്ല, അവിടെ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ഇവരെ പഠിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് അവളുടെ മാനേജർ അവളെ വഴക്ക് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. താൻ ചെയ്ത് തെറ്റായി പോയോ എന്നൊക്കെ സംശയിച്ച് അവൾ അവിടെ നിന്ന് എങ്ങോട്ട് പോകാൻ എഴുന്നേറ്റപ്പോഴാണ് റാങ്ക് വണ്ടിയിൽ അവിടെ എത്തിയത്. അവൻ ഓടി ഇറങ്ങി അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. നിനക്കിവിടെ മോശം ട്രീറ്റ്മെൻറ്റാണ് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് ഞാൻ നിന്നെ അന്വേഷിച്ച് വന്നത് എന്നവൻ പറഞ്ഞപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുന്നു. വണ്ടിയിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ ഉറക്കം പിടിക്കുന്നുണ്ട്. വീട്ടിലെത്തി അവൾ ഫ്രഷ് ആയി വന്നപ്പോഴേക്കും അവൻ നൂഡിൽസ് ഉണ്ടാക്കി കൊണ്ടുവരുന്നു. അത് കഴിക്കുന്നിടയിൽ ജോലി ചെയ്ത് വല്ലാതെ ടയർഡായിരിക്കുന്ന അവൻ തന്നെ വിളിക്കാൻ ഇത്ര ദൂരം വന്ന് 3-4 മണിക്കൂർ വണ്ടി ഓടിക്കേണ്ടി വന്നത് അവന് ബുദ്ധിമുട്ടായില്ലേ? എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടെന്ന് അവൾ ചോദിക്കുന്നു. ഞാൻ ഇന്ന് അങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് സമാധാനമായി ഉറങ്ങാൻ കഴിയില്ലായിരുന്നു. ഇതേപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നീ എന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നവൻ പറയുന്നുണ്ട്. ആ വാക്കുകൾ മനസ്സിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി സായി കുറേ നേരം ചെവി പൊത്തിപ്പിടിച്ചിരിക്കുന്നു. ഖുറാൻ ഇപ്പോൾ നാട്ടിലെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. ഒരു ഫ്രണ്ട് പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്. അവിടുത്തെ ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വിളിച്ചിരിക്കുകയാണ്. എനിക്കിപ്പം വരാൻ സമയമുണ്ടെന്ന് ചോദിച്ചാൽ അവൻ ഒരു ദിവസം ജിയെ വിളിക്കുന്നു. പക്ഷേ മുൻകൂട്ടി എന്തോ പ്ലാൻ ഏറ്റുപോയതിനാൽ അന്ന് വരാൻ കഴിയില്ല, മറ്റൊരു ദിവസം പോകാമെന്ന് അവൾ പറയുന്നു. സത്യത്തിൽ അത് അവൻ്റെ ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻറ്റ് ഒന്നും ആയിരുന്നില്ല. അവൾക്കൊപ്പം പോകാൻ വേണ്ടി അവൻ നേരത്തെ ടിക്കറ്റ് റിസർവ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു കാരണം പറയുന്നതാണ്. അവൾക്ക് വരാൻ കഴിയില്ലെന്ന് പറഞ്ഞതോടെ റിസർവേഷൻ വേസ്റ്റാക്കണ്ടെന്ന് കരുതി അവൻ റാങ്കിനെയും ഫെങ്ങിനെയും കൂട്ടി അവിടേക്ക് പോകുന്നു. ഓൺലൈനിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു കപ്പിൾ റെസ്റ്റോറൻ്റ് ആണത് എന്ന് ഫെങ്ങിന് അറിയാമായിരുന്നു. ഇവിടേക്ക് എന്തിനാണ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്നതെന്നും ചോദിക്കുന്നുണ്ട്. ഫുഡാണ് മുഖ്യം, മറ്റൊന്നും ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞ് ഖുറാൻ വിഷയം മാറ്റുന്നു. അവർ അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴേക്കും ജിയ അവിടെ എത്തുന്നുണ്ട്. അവൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നത് അവിടെ വെച്ച് ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിരുന്നു. അവൾ അവരുടെ അടുത്ത് നിന്ന് സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും അവളെ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്ന ഫ്രണ്ട് അവളെ ഉറക്കം വിളിക്കുന്നു. അവൾ അവരോട് പറഞ്ഞിട്ട് അവൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവൾ മറ്റൊരു പയ്യനെ കാണാൻ വന്നതാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഖുറാൻ ആകെ മൂഡ് ഓഫ് ആക്കുന്നുണ്ട്. റാങ്ക് അത് ശ്രദ്ധിക്കുന്നു. അപ്പോൾ എന്തിനായിരിക്കും അവനൊപ്പം ഈ കപ്പിൾ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതെന്ന് ഫെങ് സംശയം ചോദിക്കുകയോട് ചെയ്യുന്നു. ഖുറാൻ ടെൻഷൻ ആകുമെന്ന് അറിയാൻ തന്നെ അവരെ കണ്ടിട്ട് കപ്പിൾസ് ആണെന്ന് തോന്നുന്നില്ല എന്ന് റാങ്ക് പറയുന്നുണ്ട്. മാത്രമല്ല ഖുറാൻ ഇടയ്ക്കിടെ അവരിരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി ടെൻഷൻ ആകുന്ന കണ്ട് നിനക്ക് അവളോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞുകൂടെ, ഇനിയും താമസിപ്പിക്കുന്നത് എന്തിനാണ് എന്നവൻ ചോദിക്കുന്നു. തൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് അവൻ അറിയാം എന്നറിഞ്ഞ് ഖുറാനൊന്നും ഞെട്ടുന്നുണ്ട്. ഖുറാൻ മാത്രമല്ല ഫെങ്ങും അത് കേട്ടപ്പോൾ ശരിക്കും ഞെട്ടുന്നു. കാരണം ഇങ്ങനെ ഒരു ഇഷ്ടത്തെക്കുറിച്ച് അവന് ചെറിയൊരു സൂചന പോലും ഇല്ലായിരുന്നു. എന്നാലും അത് പുറത്ത് കാണിക്കാതെ എനിക്കും ഇത് അറിയാമായിരുന്നു എന്ന മട്ടിലാണ് അവൻ സംസാരിച്ചത്. ഒരാളെ ഇഷ്ടമാണെന്ന് പറയാൻ അത്ര എളുപ്പമല്ല. പറഞ്ഞു കഴിയുമ്പോൾ അവൾക്ക് എന്നെ ഇഷ്ടമല്ല എന്നങ്ങനെ പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഇപ്പോൾ ആണെങ്കിൽ ഫ്രണ്ട്സ് ആണെന്ന രീതിയിൽ എനിക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റൊക്കെ ഫ്രീ സാമ്പിൾ കിട്ടിയതാണെന്ന് പറഞ്ഞാൽ അവൾക്ക് സമ്മാനിക്കാം. ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ട് തമാശ പറഞ്ഞതാണ് എന്നുള്ള രീതിയിൽ തള്ളിക്കളയാം. പക്ഷേ തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിനൊന്നും ഉള്ള ചാൻസ് കിട്ടണമെന്നില്ല. അത് പേടിച്ചാണ് ഞാൻ പറയാത്തത് എന്നൊക്കെ ഖുറാൻ കുറേ ഡയലോഗുകൾ അടിക്കുന്നുണ്ടെങ്കിലും അവസാനം ഞാൻ തുറന്നു പറയാൻ പോവുകയാണെന്ന് തന്നെ അവൻ പറയുന്നു. അതാണ് നല്ല തീരുമാനം. ഇനി വെച്ച് താമസിപ്പിക്കേണ്ടതെന്ന് പറയുക ഫെങ് അപ്പോൾ തന്നെ അവിടെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ജിയുടെ അടുത്ത് കൊണ്ടുപോകാൻ തുടങ്ങിയതാണ്. ഇങ്ങനെ എടുത്തിയാടി പറയുന്നത് എങ്ങനെയാണ്? ഇതിന് കുറച്ച് തയ്യാറെടുപ്പുകളൊക്കെ നടത്തണ്ടേ, എന്നാലേ അവളുടെ മനസ്സിൽ കിടക്കാൻ പറ്റുകയുള്ളൂ. അതിന് നിങ്ങളെന്നെ സഹായിക്കണമെന്ന് ഖുറാൻ പറയുന്നു. എനിക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞാൽ റാങ്ക് ഒഴിഞ്ഞു മാറുന്നു. കുറേ റിലേഷനിലായിട്ടുണ്ട്, പക്ഷേ എല്ലാം ഫെയിലായിപ്പോയി. അതുകൊണ്ട് എൻ്റെ ഉപദേശം സ്വീകരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് ഫെങ്ങും പറയുന്നു. അവരെ കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാകില്ലെന്ന് മനസ്സിലായപ്പോൾ അവൻ സ്വന്തമായി തന്നെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു. അന്ന് രാത്രി അവൻ അവളുടെ വീടിനടുത്ത് പോയി അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. അവൾക്ക് ഇഷ്ടമുള്ള വിഷയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കണം എന്ന് കരുതിയാണ് അവൻ നിന്നത്. പക്ഷെ അവൾ വന്നു കഴിഞ്ഞപ്പോൾ അവന് പ്രത്യേകിച്ചൊന്നും സംസാരിക്കാൻ ടോപ്പിയൊന്നും കിട്ടുന്നില്ല. അത് കാരണം അവൻ പെട്ടെന്ന് തന്നെ തിരികെ പോകാൻ തുടങ്ങുന്നു. അവൻ പോകാൻ തുടങ്ങിയപ്പോൾ അവൾ പുറകിൽ നിന്ന് വിളിച്ചിട്ട് എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും പെട്ടെന്ന് വേണ്ടെന്ന് വെച്ച് ഗുഡ് നൈറ്റ് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. എൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് അവൾക്ക് ചെറിയ സൂചന കിട്ടുന്നതാണ് തോന്നുന്നത്. അവൾ എന്നോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ടാണ് അകത്തേക്ക് പോയതെന്നൊക്കെ അടുത്ത ദിവസം അവൻ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്. ഒരു ഗുഡ് നൈറ്റ് പറഞ്ഞു എന്ന് കരുതി അതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി അവനെ നിരാശപ്പെടുന്നു. അവരുടെ ഹൈസ്കൂൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി 2 വർഷത്തെ സ്റ്റുഡൻസിനെ ഒരുമിച്ച് ആ വീക്കെൻഡിൽ ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന് പോകുന്നുണ്ടോ എന്ന് ഫെങ് രണ്ടുപേരോടുമായി ചോദിക്കുന്നു. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട് ഫിനിഷ് ചെയ്യാനുള്ള സമയമെടുക്കുന്നതിനാൽ എനിക്ക് വരാൻ പറ്റില്ല, സായും തിരക്കിലാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇത്തവണ വരില്ല എന്ന് റാങ്ക് അറിയിക്കുന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊപ്പം ഡ്രിങ്ക്സ് കഴിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും വരില്ല എന്ന് ഖുറാനും പറയുന്നു. ജിയെ പോകുന്നുണ്ടെന്ന് സായി പറയുന്നത് കേട്ടിരുന്നു എന്ന് റാങ്ക് അപ്പോൾ പറയുന്നുണ്ട്. അത് കേട്ടത് ഖുറാൻ ഫ്രണ്ട്സിനെ വിളിച്ച് വീക്കെൻഡിൽ അവർക്കൊപ്പം ചെല്ലില്ല എന്ന് അറിയിക്കുന്നു. ഗെറ്റ് ടുഗദറിന് പോകാൻ ഒരു ഡ്രസ്സ് സെലക്ട് തരാൻ റാങ്ങിനോടും ഫെങ്ങിനോടും പറയുകയും ചെയ്യുന്നു. അങ്ങനെ വീക്കെൻഡിൽ അവൻ ഗെറ്റ് ടുഗദറിന് പോകുന്നുണ്ട്. അവൻ തനിച്ചിരിക്കുന്ന കണ്ട് വേറെ പെൺകുട്ടികളൊക്കെ അവനോട് മിണ്ടിയാൽ കൊള്ളാമെന്നുണ്ടെങ്കിലും അവൻ ഫോണിലേക്ക് നോക്കി സീരിയസ് ആയിരിക്കുന്നതിനാൽ എന്തോ തിരക്കിലായിരിക്കുമെന്ന് കരുതി അവർ അടുത്തേക്ക് പോകുന്നില്ല. അവൻ പക്ഷേ ഫോണിൽ നോക്കി മുഖം റെഡിയാക്കുന്ന തിരക്കിലായിരുന്നു. ജി അവിടേക്ക് വന്ന് കയറുമ്പോൾ തന്നെ കണ്ട് ഇമ്പ്രസ് ആകണം എന്ന പ്രതീക്ഷയിൽ അതിനെ പറ്റിയ സ്ഥലത്താണ് അവൻ ഇരിക്കുന്നത്. പക്ഷെ സംഭവിച്ചത് തിരിച്ചാണെന്ന് മാത്രം. അവൾ വന്ന് കയറിയപ്പോൾ അവളുടെ മുഖത്ത് നിന്ന് കണ്ടെടുക്കാൻ കഴിയാത്ത വിധം അവൻ നോക്കിയിരുന്നു പോകുന്നു. ജി അവളുടെ ഒപ്പം പഠിച്ച ഒരു കുട്ടിക്കൊപ്പമാണ് വന്നത്. അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്നു. അവൾ അടുത്ത് വന്നിരുന്ന് നിനക്ക് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോഴാണ് അവന് പരിസരബോധം വന്നത്. ഇന്ന് നിന്നെ കാണാൻ നല്ല വ്യത്യാസമുണ്ടല്ലോ എന്നവൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഡ്രസ്സ് ട്രൈ ചെയ്തത്, ബോറൊന്നുമല്ലല്ലോ എന്നവൾ ചോദിക്കുന്നുണ്ട്. വളരെ നന്നായിട്ടുണ്ട് എന്നവൻ പറയുന്നു. അപ്പോഴേക്കും എല്ലാവരും ഡാൻസ് കളിക്കാൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. എനിക്കപ്പോൾ ഡാൻസ് കളിക്കുന്നോ എന്നവൻ അവളോട് ചോദിക്കാൻ തുടങ്ങിയതാണ്. പക്ഷേ അപ്പോഴേക്കും മറ്റൊരു പയ്യൻ വന്ന് അവളെ ഡാൻസ് കളിക്കാൻ ക്ഷണിക്കുന്നു. കഴിഞ്ഞ ദിവസം കപ്പിൾ റെസ്റ്റോറൻറ്റിൽ വെച്ച് അവൾ മീറ്റ് ചെയ്തതും
അവനെയാണ്. എനിക്ക് ഡാൻസ് കളിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറിയതാണ്. ശരിയാണ്, അവൾക്ക് കളിക്കാൻ അറിയില്ല എന്ന് ഖുറാനും അപ്പോൾ പറയുന്നു. അത് പ്രശ്നമില്ല, ഞാൻ പഠിപ്പിച്ചെന്നോളം എന്ന് വന്ന പയ്യൻ പറഞ്ഞപ്പോൾ ഞാൻ പഠിക്കാൻ ഭയങ്കര മോശമാണെന്ന് പറഞ്ഞ് അവൾ വീണ്ടും ഒഴിയുന്നു. ശരിയാണ്, നീ കണ്ടിട്ടുള്ളതിൽ വെച്ച് മോശം സ്റ്റുഡൻറ്റ് ഇവളാണ് എന്നൊക്കെ ഖുറാൻ എപ്പോഴും പറയുന്നു. അവൻ തന്നെ ഇങ്ങനെ ചെറുതാക്കി പറയുന്നത് അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് എങ്കിൽ ഞാൻ കളിക്കാമെന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് ആ പയ്യനൊപ്പം പോകുന്നു. ഖുറാൻ ആകെ വല്ലാത്ത രസമായിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു ക്ലാസ്മേറ്റ് അടുത്ത് നിന്നിട്ട്, നീയും ചെയ്യും നല്ല ഫ്രണ്ട്സ് അല്ലേ, അവൾക്കൊപ്പം ഡാൻസ് കളിക്കുന്ന എൻ്റെ ഫ്രണ്ടാണ്, അവർ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്, അവന് നേരത്തെ തന്നെ അവളോട് താല്പര്യമുണ്ടായിരുന്നു, ഇപ്പോൾ തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്, അവനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നിനക്ക് അവളുടെ ഇഷ്ടത്തെക്കുറിച്ചൊക്കെ അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറയുന്നു. എനിക്ക് അവളെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ് ഖുറാൻ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞ് അവൻ പുറത്ത് ഒരിടത്ത് തനിച്ച് നിൽക്കുമ്പോൾ ജിയയ്ക്കൊപ്പം എന്ന ഫ്രണ്ട് അവൾ പോയോ എന്ന് ചോദിച്ചുകൊണ്ട് അവരുടെ അടുത്തേക്ക് വന്നത്. അറിയില്ല എന്നവൻ പറഞ്ഞപ്പോൾ ബോയ് ഫ്രണ്ടായിട്ട് അവൾ പോയോ എന്ന് നിനക്ക് അറിയില്ലേ എന്നവൾ ചോദിക്കുന്നു. ബോയ് ഫ്രണ്ട് എന്നവൻ അത്ഭുതത്തോടെ ചോദിച്ചപ്പോൾ നിങ്ങൾ തമ്മിൽ ഇതുവരെ റിലേഷനിലായില്ലേ, ജിയ ഒരുപാട് കാലമായി നിന്നെ ഇഷ്ടപ്പെടുന്നതാണല്ലോ, അവൾ ഇതുവരെ നിന്നോടുള്ള ഇഷ്ടം തുറന്നു പറഞ്ഞില്ലേ എന്നൊക്കെ ഫ്രണ്ട് ചോദിക്കുന്നു. എന്താണ് സംഭവം എന്ന് ഖുറാൻ മനസ്സിലാക്കുന്നില്ല. ഹൈസ്കൂളിലെ എക്സാം കഴിഞ്ഞ് സമ്മർ വർക്ക് ചുറ്റിക്കറങ്ങിയ ദിവസം ഫ്രണ്ട്സുമായി റിലേഷനിലാകുന്നതിനെ കുറിച്ച് അവൾ സംസാരിച്ചിരുന്നല്ലോ. ഞാൻ ഒരിക്കലും എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇഷ്ടപ്പെടില്ല, അവൻ തിരിച്ചിഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നൊക്കെ അവൾ പറയുന്നത് വരെ ഖുറാൻ കേട്ടതാണ്. ഫ്രണ്ടുമായി ഇഷ്ടത്തിലാകില്ല എന്ന് പറഞ്ഞെങ്കിലും ഖുറാൻ ആണെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് അന്ന് അവൾ പറഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴേക്കും അവനോടൊന്ന് പോയിരുന്നു. അവൾക്ക് ഖുറാനുള്ള ഇഷ്ടത്തെക്കുറിച്ച് ഫ്രണ്ട്സിനൊക്കെ അന്ന് തന്നെ അറിഞ്ഞതാണ്. ഇവിടെ വെച്ച് അവർ ഒരുമിച്ചിരിക്കുന്ന കണ്ടപ്പോൾ റിലേഷനിലായി കാണും എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അവനോട് അവളെക്കുറിച്ച് അന്വേഷിച്ചത്. അത്രയും തന്നെ അറിയിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറഞ്ഞ് ഖുറാൻ വേഗം ജിയെ അന്വേഷിച്ചു കൊടുത്തു. പാർട്ടി നടക്കുന്നിടത്ത് അവൾ ഉണ്ടായിരുന്നില്ല. അവൻ പുറത്തേക്ക് ഇറങ്ങി അവൾ പോയി കാണുമെന്ന് കരുതി അവളുടെ ഫോണിലേക്ക് വിളിച്ചപ്പോൾ കുറച്ചപ്പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്ന അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് എന്താണ് കാര്യമെന്ന് അന്വേഷിക്കുന്നു. നമ്മൾ ഒരുമിച്ച് സൺറൈസ് കാണാൻ പോയതിൻ്റെ തലേ ദിവസം രാത്രി എനിക്ക് നിന്നോട് മുഴുവൻ പറഞ്ഞു തീർക്കാൻ പറ്റിയിരുന്നില്ല. വിദേശത്തേക്ക് പോയ ശേഷം എനിക്ക് പറയാനുള്ളതെല്ലാം ഞാനൊരു പേപ്പറിലേക്ക് എഴുതി വെച്ചിരുന്നു. ഒരുപാട് തവണ നിനക്ക് തരുന്നതിനെക്കുറിച്ച് ഞാൻ സങ്കല്പിച്ച് നോക്കിയിട്ടുണ്ട്, പക്ഷേ ഇതുവരെ എനിക്ക് തരാനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാനത് വായിച്ച് കേൾപ്പിക്കാമെന്ന് പറഞ്ഞവൻ പേഴ്സിൽ ഇരിപ്പുണ്ടായിരുന്ന പേപ്പർ എടുത്ത് നിവർത്തി വായിക്കാൻ തുടങ്ങുന്നു. അവളെ ഇഷ്ടമാണെന്ന് അറിയിച്ചുകൊണ്ട് എഴുതിയ ലവ് ലെറ്റർ ആയിരുന്നു അത്. അത് വായിച്ച് കേട്ടപ്പോൾ അവൾക്ക് ശരിക്കും സന്തോഷമാകുന്നുണ്ട്. ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞു കഴിയുമ്പോൾ നിനക്ക് താല്പര്യമില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഫ്രണ്ട്സ് ആയിരിക്കാമെന്നൊക്കെ ഞാൻ പറയുമായിരിക്കും. പക്ഷേ കുറച്ച് മുമ്പ് നീയും മറ്റൊരാണിപ്പം ഡാൻസ് കളിക്കാൻ പോയപ്പോൾ എനിക്കത് കണ്ടിരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഒരു ഫ്രണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് അവൻ അവളെ ഇഷ്ടമാണെന്ന് തുറന്നു പറയുന്നു. ഞാൻ നിന്നെ ഒരു ഫ്രണ്ടായിട്ട് മാത്രമായിട്ട് കണ്ടതെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവൾ എൻ്റെ അടുത്തേക്ക് ചെന്ന് അവനെ ഒന്ന് കിസ് ചെയ്യുന്നുണ്ട്. ഒരു ഫ്രണ്ട് ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് അവൾ തൻ്റെ ഇഷ്ടവും അറിയിക്കുന്നു. ഖുറാൻ സന്തോഷത്തോടെ അവളെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ അവരുടെ കാര്യവും സെറ്റായിരിക്കുന്നു. അടുത്ത ദിവസം ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ഔട്ടിങ്ങിന് പോകുന്നു. ഇപ്പോൾ തന്നെ അവർക്കിടയിൽ ഒരു അധികപ്പറ്റ് പോലെയാണ് ഫെങ്ങിന് ഫീൽ ചെയ്യുന്നത്. അവൻ്റെ വിഷമം കുറയ്ക്കാൻ വേണ്ടി ഖുറാൻ അവൻ്റെ ഒരു ഗെയിം കൺസോൾ ഓഫർ ചെയ്യുന്നു. സായിയും ജിയും ഒരുമിച്ച് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ട് ഈ ആഴ്ച വൈൻഡപ്പ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞാൽ സായിയെ പ്രപ്പോസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നതിനെ കുറിച്ച് റാങ്ക് ഫ്രണ്ട്സിനോട് പറയുന്നു. അതിൻ്റെ തയ്യാറെടുപ്പുകളിലാണ് അവൻ. പ്രൊജക്റ്റിനെ കുറിച്ച് പബ്ലിക്കിനോട് സംസാരിക്കുന്നത് അവനാണ്. അന്നത്തെ മീറ്റിംഗിൽ സായിയും എത്താം എന്ന് പറഞ്ഞിരുന്നെങ്കിലും കുറച്ച് ജോലി കൂടി ബാക്കിയുള്ളതിനാൽ എത്താൻ വൈകും എന്നവൾ അവന് മെസ്സേജ് അയക്കുന്നു. അവൻ സംസാരിച്ച് പകുതിയോളം കഴിഞ്ഞപ്പോഴാണ് അവൾ എത്തിയത്. അവൾ വന്നിരുന്നപ്പോൾ തന്നെ അവൻ അവളെ കാണുന്നുണ്ട്. പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ മറുപടി നൽകി കഴിഞ്ഞപ്പോൾ അവിടെ വന്നിട്ടുണ്ടായിരുന്ന ഗസ്റ്റിലുകളിൽ ഇത്ര ചെറിയ പ്രായത്തിൽ ഇങ്ങനെയൊരു ഡ്രോൺ വികസിപ്പിച്ചെടുക്കാൻ അവന് പ്രചോദനമായത് എന്താണെന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പഠിക്കുന്ന സമയത്ത് ഞാൻ തീരെ ആത്മവിശ്വാസമുള്ള കൂട്ടത്തിലായിരുന്നില്ല. എൻ്റെ ജീവിതം സാധാരണ പോലെ ജീവിച്ചു പോകുമെന്നാണ് ഞാൻ അന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. അവളെ കണ്ടുപിടിച്ചതിന് ശേഷമാണ് എല്ലാം മാറിയത്. എനിക്ക് ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നൽകിയിട്ടുള്ളത് അവളാണ്. അവളോട് സംസാരിക്കുമ്പോഴൊക്കെ അവളുടെ കണ്ണുകളിൽ ഞാൻ എന്നെ കാണാറുണ്ടായിരുന്നു. മറ്റെല്ലാവരെക്കാളും കൂടുതൽ എൻ്റെ കഴിവിൽ വിശ്വസിച്ചത് അവളാണ്. മുന്നോട്ട് പോകാനുള്ള ധൈര്യം നൽകിയത് അവളാണ് എന്നൊക്കെ സായി ഇരിക്കുന്നിടത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറയുന്നു. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞെടുക്കുന്നുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ അവൻ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. എത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ വന്നതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇത് നിൻ്റെ ആദ്യത്തെ പ്രൊഡക്റ്റീവ് ടോക്കല്ലേ, ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ സമയം ഉണ്ടാക്കി വന്നത്. നിൻ്റെ ഹൃദയത്തിൽ തട്ടിയെങ്കിൽ എനിക്ക് അതിനുള്ള സമ്മാനം തരാൻ പറഞ്ഞ് അവൾ കണ്ണടച്ച് നിൽക്കുന്നു. അവൻ ചുറ്റും നോക്കിയിട്ട് അവളെ കിസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു സ്ഥലം വരെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അവൻ അവളെ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവർക്ക് താമസിക്കാൻ വേണ്ടി അവനൊരു ഫ്ലാറ്റ് വാങ്ങിയിരുന്നു. അവിടേക്കാണ് അവളെ കൊണ്ടുപോയത്. അവൾ ശരിക്കും സർപ്രൈസ്ഡ് ആകുന്നു. മുറിക്കുള്ളിൽ ഓടി നടന്ന ഓരോ സാധനങ്ങളും എവിടെ വെക്കണമെന്നൊക്കെ അവൾ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അവൻ പെട്ടെന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്യുന്നു. അവിടെ ഉണ്ടായിരുന്ന വലിയ സ്ക്രീനിൽ അവൻ്റെ അടുത്ത് കുറേ വീഡിയോ പ്ലേ ആകാൻ തുടർന്നു. അവൾ ക്യാമറയിൽ വീഡിയോ പിടിക്കുന്ന പോലെ അവളെ പരിചയപ്പെട്ട ശേഷം അവനും അങ്ങനെ ഒരു ഹോബി തുടങ്ങിയിരുന്നു. അങ്ങനെ പല തവണകളായി അവൾക്കൊപ്പം ഉള്ളപ്പോഴും അവളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടൊക്കെ അവനെടുത്ത വീഡിയോകളാണ് പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനത്തെ വീഡിയോ ഇന്ന് മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് അവനെടുത്തതാണ്. ഈ പ്രൊഡക്റ്റൊക്കെ കഴിയുമ്പോൾ ഞാൻ അവളെ പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് എന്നാണ് അതിൽ പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ റാങ് അവിടെ മുട്ടുകുത്തിരുന്ന് കയ്യിൽ കരുത്തിരുന്ന മോതിരം അവൾക്ക് നീട്ടിക്കൊണ്ട് അവളെ പ്രപ്പോസ് ചെയ്യുന്നു. സന്തോഷം കൊണ്ട് സായിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. ഒരുപാട് തവണ ഞാൻ ഈ രംഗം സ്വപ്നം കണ്ടിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ എനിക്ക് കിട്ടിയ പോക്കറ്റ് മണിയെല്ലാം ഒരു രൂപ പോലും ചിലവാക്കാതെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അതുപയോഗിച്ച് നമുക്ക് മോതിരം വാങ്ങണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് അവൾ കരയുന്നതിനിടയിൽ പറയുന്നു. റാങ് എഴുന്നിട്ട് മോതിരം അവളുടെ വിരലണിക്കുന്നുണ്ട്. സായി അവനെ സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നു. വിവാഹത്തിനുള്ള ഡേറ്റ് തീരുമാനിച്ചു കഴിഞ്ഞപ്പോൾ സായി ജിയയും കൂട്ടി ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ മറ്റും പോകുന്നു. കൂട്ടിനെ ചെല്ലണമെന്ന് ചോദിച്ച് ഖുറാൻ വിളിക്കുന്നുണ്ടെങ്കിലും വിവാഹത്തിന് മുമ്പ് ഞങ്ങൾ മാത്രമേ കിട്ടുന്ന സമയമാണിതെന്ന് പറഞ്ഞ് ജിയ അവനെ ഒഴിവാക്കുന്നു. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വൈകിട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ച് വൈൻ കഴിക്കുന്നുണ്ട്. ഇത്ര ചെറുപ്പത്തിലെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതോർത്ത് പിന്നീട് ദുഃഖിക്കുമോ എന്ന് ജിയ ആ സമയത്ത് അവളോട് ചോദിക്കുന്നു. കുറച്ചുകൂടി നേരത്തെ ഞാൻ അവനെ പ്രപ്പോസ് ചെയ്യേണ്ടതായിരുന്നു, എങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാമായിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നതെന്നാണ് സായി പറഞ്ഞത്. അവൾക്ക് ആൽക്കഹോൾ കപ്പാസിറ്റി തീരില്ലാത്തതിനാൽ അവളെ തിരികെ കൊണ്ടുപോകാൻ ജിയയ്ക്ക് റാങ്ങിനെ വിളിക്കേണ്ടി വരുന്നു. അവളെ കൊണ്ടുപോകാനായി ഖുറാനും എത്തിയിട്ടുണ്ട്. റാങ്ങും സായും പോയി കഴിഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോൾ സായി വെഡിങ് ഡ്രസ്സ് ട്രൈ ചെയ്ത സമയത്ത് ട്രൈ ചെയ്തു നോക്കിയതിനെക്കുറിച്ച് ജിയ പറയുന്നു. നമുക്കും മുറിഞ്ഞ തന്നെ വിവാഹത്തെക്കുറിച്ച് ചിന്തിച്ചാലോ എന്ന് ഖുറാൻ ചോദിക്കാൻ വന്നതാണ്. അത് മനസ്സിലായപ്പോൾ ഇപ്പോൾ അതിനെക്കുറിച്ച് പറയണ്ട, നീ പ്രപ്പോസൽ ഇത്ര നിസ്സാരമാക്കി കളയരുത്, ഞാൻ മേക്കപ്പ് പോലും വിട്ടിട്ടില്ല, അതുകൊണ്ട് നീ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പ്രപ്പോസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് അവൾ ചെവിയും പൊത്തിക്കൊണ്ട് ഓടുന്നു. അധികം വൈകാതെ സായിയുടെയും റാങ്കിൻ്റെയും വിവാഹം നടക്കുന്നു. സായിയെ വിവാഹ വിഷയത്തിൽ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ജിയുടെ കണക്ക് നിറയുന്നു.
എല്ലാവരുടെയും അനുഗ്രഹത്തോടെ അവരുടെ വിവാഹം ഭംഗിയായി നടക്കുന്നു. അതിനുശേഷം എല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. സായി എറിഞ്ഞ ബൊക്കെ കിട്ടിയത് ജിയയ്ക്കാണ്. അതുകൊണ്ട് അടുത്ത വിവാഹം അവരുടേതായിരിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി അവളെയും ഖുറാനെയും കളിയാക്കുന്നു. എല്ലാവരും കൂടി വിവാഹം അടിപൊളിയാക്കുന്നുണ്ട്. വിവാഹശേഷവും റാങ് സായിയും സന്തോഷത്തോടെ തന്നെ മുന്നോട്ട് പോകുന്നു. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം റാങ് ജോലി കഴിഞ്ഞെത്തിയപ്പോൾ അന്ന് ജോലി സ്ഥലത്ത് നിന്ന് ഹോസ്പിറ്റലിലേക്ക് പോയതിനെക്കുറിച്ചും പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിനെക്കുറിച്ചുമുള്ള സന്തോഷ വാർത്ത സായി അവനെ അറിയിക്കുന്നു. റാങ് സന്തോഷം കൊണ്ട് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കുഞ്ഞിനിടേണ്ട പേര് സായി അപ്പോൾ തന്നെ തീരുമാനിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ട് സായി ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ മറ്റൊരു സ്റ്റാഫ് കുഞ്ഞിനെക്കുറിച്ച് അവളുടെ വിശേഷം ചോദിക്കുന്നതാണ്. കുഞ്ഞിനെ അവളുടെ അച്ഛനും അമ്മയും നോക്കിക്കോളും. അതുകൊണ്ട് അവൾക്ക് ജോലിക്ക് പോകാനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ റാങ്ങിനിപ്പോൾ സ്കൂളിൽ ഒരു ഗെറ്റ് ടുഗദറിന് പോകാൻ ഒരുങ്ങുകയാണ് അവൾ. എല്ലാവരും യൂണിഫോം ധരിച്ചെത്താമെന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് അതെടുത്തുകൊണ്ടാണ് അവൾ പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്നത്. യൂണിഫോം ധരിച്ച് പുറത്ത് കാത്തിരിപ്പുണ്ടായിരുന്ന റാങ്കിൻ്റെ അടുത്തേക്ക് യൂണിഫോം ധരിച്ചുകൊണ്ട് തന്നെ അവൾ ചെല്ലുന്നു. സായി റാങ് സന്തോഷത്തോടെ അവരുടെ ജീവിതമായി മുന്നോട്ട് പോകുന്നത് കാണിച്ചുകൊണ്ട് വെൻ ഐ ഫ്ലൈ ടുവേഴ്സ് യു എന്ന ഈ ഡ്രാമ അവസാനിക്കുന്നു. എപ്പിസോഡുകൾ ചെയ്യാൻ കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് എല്ലാവർക്കും ഡ്രാമയുടെ ശരിക്കുള്ള ഫീൽ കിട്ടിയെന്നറിയില്ല. എന്നാലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു നല്ല ഡ്രാമയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.